ഹായ് ഓൾ, എല്ലാവരും പഠനത്തിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനിലുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫങ്ഷൻസ് എന്ന് പറയുന്ന സെക്ഷനിലുള്ള ഒരു പ്രോബ്ലം ആണ്. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, പക്ഷേ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം ആണ്. സോ നമുക്ക് പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കാം. സോ ഇതാണ് പ്രോബ്ലം. എന്താണ്? ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു. ഈ പ്രോബ്ലം വളരെ എളുപ്പമാണ്, പക്ഷെ പലർക്കും കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുള്ളതുമാണ്. എന്തുകൊണ്ടാണ് കൺഫ്യൂസിങ് ആവുന്നത്? ഈ മോഡുലസിനകത്ത് ഒരു എക്സ് മൈനസ് ടു എന്ന് കിടപ്പുണ്ട് അല്ലെ. സോ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ്. എങ്ങനെയാണത്? നമുക്ക് വരയ്ക്കാൻ ശ്രമിച്ചു നോക്കാം. ഒരു കോർഡിനേറ്റ് പ്ലെയിൻ ഞാനിപ്പം വരച്ചിട്ടുണ്ട്. സോ ദ ഫംഗ്ഷൻ ഇസ് ഫ്രം ആർ ടു ആർ. ആറിൽ നിന്നും ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എഫ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് ലേബിൾസ് കൊടുക്കാം. 1 2 3 4 -1 -2 -3 -4. y ആക്സിസിലും 1 2 3 എക്സെട്ര -1 -2 -3 1 2 3 4 വരെ കൊടുക്കാം. എങ്ങനെയാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടുവിന്റെ ഗ്രാഫ് വരയ്ക്കേണ്ടത്? നമുക്കറിയാം മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു ടൈപ്പിലാണ് അല്ലെ. ഒരു 45 ഡിഗ്രി സ്ലോപ്പോട് കൂടിയ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടു ആണ്. ഇനി ഈ മോഡിനകത്ത് നമ്മൾ ഏത് ലീനിയർ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആയാലും നമ്മുടെ ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാവുക? ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, വാട്ട് ഇസ് ലീനിയർ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ? ലീനിയർ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് ബി ഫോമിലുള്ള ഫംഗ്ഷൻസ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ എക്ക് പകരം 1 ആണുള്ളത്, ബിക്ക് പകരം -2 ആണുള്ളത്. സോ ഇതിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ മോഡിനകത്ത് ഗ്രാഫ് ഏത് തരത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക? മോഡുലസ് ഓഫ് എക്സ് പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ അതിന്റെ സ്ഥാനവും അതിന്റെ സ്ലോപ്പും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി നോക്കാം നമുക്ക് എങ്ങനെയാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടുവിനെ കറക്റ്റ് ആയിട്ട് ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ വരയ്ക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ പോയിന്റ്സും അസൈൻ ചെയ്യുന്ന പോയിന്റ്സ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നൗ സോ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. സോ എക്സ് എഫ് ഓഫ് എക്സ്, എക്സിന് നമ്മൾ 0 കൊടുക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എന്താണ്? മോഡുലസ് ഓഫ് 0 -2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -2. മോഡുലസ് ഓഫ് -2 എന്താണ്? 2 ആണ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈൻ ഒഴിവാക്കിയിട്ടുള്ളതാണ് മോഡുലസ്. അപ്പോൾ 2 ആണ്. അപ്പം 0യിലെ വാല്യൂ എന്താണ്? 2 ആണ്. ഇവിടെ നമ്മളൊരു ഡോട്ട് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് 1 ഇട്ട് കൊടുക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എന്താണ് വരുന്നത്? മോഡുലസ് ഓഫ് 1 -2 ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -1 അല്ലെ. 1 -2 എന്ന് പറയുന്നത് -1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. മോഡുലസ് ഓഫ് -1 ഈസ് ഈക്വൽ ടു 1. അതായത് 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 1 തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് എക്സിന് എക്സ് എഫ് ഓഫ് എക്സ് കേട്ടോ, എക്സിന് നമുക്ക് 2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്ന സമയത്ത് എഫ് ഓഫ് എക്സ് എന്താണ് വരിക? മോഡുലസ് ഓഫ് 2 -2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ മോഡുലസ് ഓഫ് 0 എന്ന് പറയുന്നത് 0 തന്നെയാണ്. അതായത് 2ന്റെ മുകളിൽ 0ക്ക് നേരെ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെയാണ് ഡോട്ട് വരിക. നെക്സ്റ്റ് നമ്മൾ 3 ഇട്ട് കൊടുക്കുക. അപ്പം 3 -2 എന്ന് വരും. മോഡുലസ് ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? മോഡുലസ് ഓഫ് 3 -2 എന്താണ്? 1 ആണ്. അത് 1 തന്നെയാണ് വരിക. സോ 3യിലെ വാല്യൂ എന്താണ്? 1ന് 3ക്ക് മുകളിൽ 1ന് നേരെയാണ് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് 4 കൊടുത്ത് നോക്കുക. 4 കൊടുക്കുന്ന സമയത്ത് മോഡുലസ് ഓഫ് 4 -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. മോഡുലസ് ഓഫ് 2 എന്ന് പറയുന്നത് 2 തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഡോട്ട്സ് വരുന്നത്. ഇനി ഇത് ജോയിൻ ചെയ്യിപ്പിച്ച് നോക്കാം. -1ൽ എന്താണെന്നും കൂടി ഒന്ന് നോക്കാം അല്ലെ. -1ല് മോഡുലസ് ഓഫ് -1 -2 that is equal to modulus of -3 that is equal to 3 ആണ് അല്ലെ. modulus of -3 is equal to 3. അതുകൊണ്ട് -1ന് മുകളിൽ 3ക്ക് നേരെ ഒരു ഡോട്ട് ഇവിടെ വരും. ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. just like this. okay, so ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്.
ഓക്കെ, ഈ ഒരു രീതിക്ക് ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. നമുക്കിവിടെ കാണാൻ പറ്റും മോഡുലസ് ഓഫ് എക്സിന്റെ ഗ്രാഫ് പോലെ തന്നെയാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് ടുവിന്റെ ഗ്രാഫും. ദ ഓൺലി ഡിഫറൻസ് ഈസ് 0 മാറിയിട്ട് എങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, സെന്റർ എവിടെ ആയിട്ടുണ്ട്, 2 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്നാണ് വിളിക്കുക. അത് ഹയർ മാത്തമാറ്റിക്സിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. ഇൻ കേസ് ഇവിടെ എക്സ് മൈനസ് 3 ആണെങ്കിൽ ഇത് എങ്ങോട്ടേക്ക് മാറും, 3 മാറും. ഇങ്ങനെയായിരിക്കും വരിക. നേരെ മറിച്ച് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 ആണെങ്കിൽ എങ്ങോട്ടേക്ക് മാറും, ഇത് എക്സ് മൈനസ് 1 ആണ് അല്ലെ. അപ്പം എങ്ങോട്ടേക്ക് മാറും, സെന്റർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് -1 മാറും. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സാംസിന് യൂഷ്വലി നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഓരോ ഡോട്ട്സ് ഇട്ട് നമുക്ക് ഗ്രാഫ്സ് വരയ്ക്കാൻ അറിയാം എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്ന പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. തീർച്ചയായും ഇതേപോലെയുള്ള കൂടുതൽ പ്രോബ്ലംസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്